അള്ളാഹു ഈ ദിവസത്തെ കുറിച്ചോർത്ത് ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ അള്ളാഹു സുഹൃതങ്ങളും കർമ്മങ്ങളും ചെയ്ത് 5 നേരം റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കാൻ, ഒരുപാട് ദിക്റുകളും സ്വലവാത്തുകളും ഉരുവിട്ടുകൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു വരുമ്പോ അന്നത്തെ അവസ്ഥ സൂറത്ത് സുമറിൽ അള്ളാഹു പറയുന്നു, മഹ്ശറ മുഴുവനും പ്രകാശിക്കും. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, അന്ന് മഹ്ശറ ഭൂമി പ്രകാശിക്കുകയാണ്. ബിനൂരി റബ്ബിഹാ, റബ്ബിന്റെ നൂറ് കൊണ്ട് പ്രകാശം കൊണ്ട് മഹ്ശറ പ്രകാശിക്കുകയാണ്. അള്ളാഹു പറയുന്നു, വജീഅ ബിൽ മൗദിഅൽ കിതാബ്, അതാ ഗ്രന്ഥം കിതാബ് കൊണ്ടുവരപ്പെടുകയാണ്. എല്ലാവരുടെയും കർമ്മപുസ്തകം ഹാജരാക്കപ്പെടുകയാണ്. വജീഅ ബിൻ നബിയ്യീൻ, സാക്ഷികളായിട്ട് നബിമാരെ കൊണ്ടുവരികയാണ്. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, അല്ലാഹു സത്യസന്ധമായി അവരുടെ ഇടയിൽ അതാ വിചാരണ നടത്തുകയാണ്. വഹും ലാ യുലമൂൻ, അവർ ആക്രമിക്കപ്പെടുന്നതല്ല. ആരോടും റബ്ബ് അനീതി കാണിക്കുകയില്ല, ആരോടും ഒരക്രമവും കാണിക്കുകയില്ല. അല്ലാഹു തആല അവരവരുടെ കർമ്മപുസ്തകങ്ങൾ ഹാജരാക്കും, നബിമാരെയും കൊണ്ടുവരും. സുഹൃത്തുക്കളെ, എന്നൊക്കെ അല്ലാഹു ഹിസാബ് അങ്ങോട്ട് ആരംഭിക്കും. അല്ലാഹു നമ്മളെ ഹിസാബിൽ വിജയിപ്പിക്കട്ടെ. അല്ലാഹു ഹിസാബിൽ നമ്മളെ വിജയിപ്പിക്കട്ടെ. ആർക്കെങ്കിലും കർമ്മപുസ്തകം വലത് കയ്യിൽ കിട്ടിയാൽ അവർ ജയിച്ചു. ഒരിക്കൽ മഹദി ആയിഷ കരയുകയാണ്. നരകത്തെ പറ്റി പറഞ്ഞപ്പോ ആയിഷ ഉമ്മ കരയുകയാണ്. നബി തിരുമേനി ചോദിച്ചു, ആയിഷ എന്തിനാ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ഉമ്മ ചോദിച്ചു, ഹൽ തദ്കുറു അഹ്ലക യൗമൽ ഖിയാമ, അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഖിയാമത്ത് നാളിൽ ഓർക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്ന സലാസതി മവാദിഅ, 3 സ്ഥലത്ത് ഫലാ യദ്കുറു അഹദുൻ അഹദാ, ആരും ആരെയും ഓർക്കുകയില്ല ആയിഷ. 3 സ്ഥലത്ത് ആരും ആരെയും ഓർക്കുകയില്ല. ഫലാ യദ്കുറു അഹദുൻ അഹദാ. ഒന്നാമത്തെ സ്ഥലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഓരോ മനുഷ്യന്റെയും കർമ്മപുസ്തകം നൽകപ്പെടുന്ന സമയത്ത് ആ കർമ്മപുസ്തകത്തിൽ എന്താണെന്ന് ജനങ്ങളെ ജിജ്ഞാസയോടുകൂടി അതാ പുസ്തകം, ആ കിതാബ് ചിലർക്ക് അല്ലാഹു വലത് കയ്യിൽ കൊടുക്കും, ചിലർക്ക് പിന്നിലൂടെ അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് നമ്മുടെ കർമ്മപുസ്തകം വലത് കയ്യിൽ കിട്ടി സന്തോഷത്തോടുകൂടി അത് പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സ്ഥലം മീസാൻ, കർമ്മങ്ങൾ തൂക്കുന്ന മീസാന്റെ അടുക്കൽ. സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അസന്നിഗ്ധമായിട്ട് ഖുർആന്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ ഒരു മീസാൻ ഉണ്ട് കേട്ടോ. സാധാരണ തൂക്കുന്ന മീസാനല്ല, വലിയ തുലാസാണത്. നോക്കൂ, അതിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു വെച്ച് തൂക്കുന്നതാണ്. ചിലരൊക്കെ ഇത് സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട കേട്ടോ. ആധുനിക ലോകത്ത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ വരെ അളക്കാൻ മാപ്പിനികളില്ലേ? നമ്മുടെ ശരീരത്തിന്റെ ചൂടളക്കാൻ സംവിധാനങ്ങളില്ലേ? നോക്കൂ, എത്രയോ ശാസ്ത്രം മുന്നോട്ട് പോയി. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമാലുകൾക്ക് ഒരു വെയിറ്റുണ്ട്. അത് തൂക്കാൻ അല്ലാഹുവിന് കഴിയും. നാളെ ഖിയാമത്ത് നാളിൽ തൂക്കുന്നത് ഹഖാണെന്ന് ഖുർആൻ. ആരുടെയെങ്കിലും തുലാസിൽ കനമുള്ള അമലുകൾ വന്നാൽ അവര് വിജയിക്കുന്നതാണ്. ഇനി ആരുടെയെങ്കിലും ആരുടെയെങ്കിലും തുലാസി അവരുടെ കർമ്മങ്ങൾക്ക് വെയിറ്റില്ലേ, അവരുടെ കർമ്മങ്ങൾക്ക് മൂല്യമില്ലെങ്കിൽ അവരുടെ ശരീരം പരാജയപ്പെട്ടത് തന്നെ. ആ സമയത്ത് ആയിഷ ആരും ആരെയും ഓർക്കില്ല. ആയിഷ. മൂന്നാമത്തെ സ്ഥലം സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ് ആയിഷ. എന്താ സിറാത്ത്? മുഅ്മിനീങ്ങളെ നോക്കൂ, മഹ്ശറയിലാണ് അതിന്റെ ഒരറ്റം, മറുഭാഗം സ്വർഗത്തിന്റെ മുന്നിലുമാണ്. അതിനെ അല്ലാഹു സ്ഥാപിക്കുന്നത് ജഹന്നമിന്റെ മുകളിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയാണ്. അദഖു മിനശ് ശഅർ, മുടിയേക്കാൾ സൂക്ഷ്മമാണത്. അലൈഹാ കലാലീബ്, 1000 വർഷം കയറ്റവും 1000 വർഷം സമതലവും 1000 വർഷം ഇറക്കവുമുള്ള ആ പാലം, നരകത്തിന്റെ മുകളിലൂടെ നടപ്പെട്ട ആ പാലം കടക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് ആരെയും ഓർക്കുന്നതല്ല ആയിഷ. ഈ 3 ഘട്ടങ്ങളിൽ ആരും
ആരെയും സ്മരിക്കുകയില്ല. അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. ആ പാലത്തിന്റെ ഇരുഭാഗവും കോർത്തുമോർത്ത കൊടുത്തുകളുണ്ട്. ചില ആളുകൾ ആ പാലത്തിൽ കയറി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതാ ഒരു മിന്നൽ പിടർ പോലെ മറുഭാഗത്തെത്തും. അതാ ചില ആളുകൾ മെല്ലെ മെല്ലെ മറുഭാഗത്തെത്തും. ചില ആളുകൾ ആ പാലത്തിൽ കയറേണ്ട താമസം അതാ കോർത്തുമോർത്ത മുള്ളുകളിൽ ഉടക്കി നരകത്തിലേക്ക് പതിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കിക്കൊണ്ട് വലത് കയ്യിൽ കിതാബ് സ്വീകരിച്ച് ആനന്ദ തുന്നിലരായി അതിനെ വായിച്ച് അൽഹംദുലില്ലാഹ് ഖുർആൻ പറയുന്നു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയാ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ ഫഹുവ ഫീ ഈശത്തിർ റാദിയാ ഫീ ജന്നത്തിൻ ആലിയാ ഖുതൂഫുഹാ ദാനിയാ. വലത് കയ്യിൽ കർമ്മപുസ്തകം കിട്ടിയവർ തുള്ളിച്ചാടും. അവര് പറയും, ഹാഉം ഇഖ്റഊ കിതാബിയാ, വരുവിൻ എന്റെ കിതാബ് വായിച്ചു നോക്കൂ. ഞാൻ ഹജ്ജ് ചെയ്തതും ഞാൻ ഉംറ ചെയ്തതും ഞാൻ യതീമിന് കൊടുത്തതും ഞാൻ ജാരിയായ സ്വതക്കയ്ക്ക് കൊണ്ടുനിന്നതും ഞാൻ 5000 10,000 ഒക്കെ കൊടുത്തത് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതുപോലൊരു മഹ്ശറ, ഇതുപോലൊരു വിചാരണ, ഹിസാബിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ദുനിയാവിൽ ജീവിച്ചത്. അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. അവിടുത്തെ കായ്കനികളും പഴങ്ങളും അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഏണിയുടെ ആവശ്യമില്ല. റിമോട്ട് പോലെ സ്വർഗനിവാസി ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിന്നും ഇരുന്നും കിടന്നും സ്വർഗനിവാസിക്ക് ആസ്വദിക്കാം അവിടുത്തെ പഴവർഗ്ഗങ്ങളെന്ന് ഖുർആൻ. അള്ളാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മപുസ്തകം പിന്നിലൂടെയോ ഇടത് കൈയിലോ കിട്ടാതെ വലത് കൈയിൽ മേടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കാൻ, എന്റെ റബ്ബ് എന്നെ അനുഗ്രഹിക്കുമെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.